ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 18ാമത്തെ ചാപ്റ്റർ, അതായത് ബയോളജിയാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ബയോളജിയുടെ 6ാമത്തെ ചാപ്റ്റർ അല്ലേ. മറ്റേതിനകത്തിലും 3, ഇതിനകത്തിലും 3, മൊത്തം 6 ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ നമ്മുടെ പറഞ്ഞു വരുമ്പം നമ്മുടെ ബേസിക് സയൻസിൻ്റെ അവസാനത്തെ ചാപ്റ്റർ അല്ലേ. സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ. സെൽ ക്ലസ്റ്റർ ഓർമ്മയുണ്ടോ? സെല്ലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മളൊരുവിധം പഠിച്ചതാണ്. ഇനി കുഞ്ഞായി മാറുന്ന കോശങ്ങളാണ് അല്ലേ. കുഞ്ഞായിട്ട് മാറുന്ന കോശങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഞാനിതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഞാൻ കമൻറ്റ് കണ്ടത് കുറച്ചുകൂടി ഞാൻ നോട്ട് ഇടാനുണ്ടായിരുന്നു അല്ലേ. ഞാൻ ഫുൾ ഇട്ടെന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ, കാരണം നിങ്ങളുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് അല്ലേ, പിന്നെ കിട്ടുമ്പോഴൊക്കെ ഞാൻ മലയാളം എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. മാത്സൊക്കെ ഈ ഓരോ പാർട്ടായിട്ട് ഇടുന്നതും, അതുപോലെ തന്നെ ഈ ഫിസിക്സും കെമിസ്ട്രി, ബയോളജി ഒക്കെ, അതുപോലെ 6ൻ്റെ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി ഡിലേ വരുന്നത്. എന്നാലും എൻ്റെ ചാനൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാം പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ കുറച്ചുകൂടി ഇടാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇരുന്ന് തന്നെ ആ ചാപ്റ്റർ ഫുള്ള് കേട്ടോ നോട്ടും ഇടുന്നുണ്ട്. നിങ്ങൾ കയറി എഴുതി എടുക്കണം കേട്ടോ, എഴുതാത്തവർക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. കണ്ടേ, ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ കുറേ പാഠമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കിയോ നിങ്ങൾ, ഇവിടെ പല പേരുകളും കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഇലമുളച്ചി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഇതൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ ബുക്കിനകത്ത് വെക്കുമായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ അമ്മയെടുത്ത് ചോദിച്ചാൽ മനസ്സിലായി. ഇങ്ങനെയുള്ള ബുക്കിനകത്ത് വെച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലേക്കൂടെ ഒക്കെ കിളിച്ചിറങ്ങി വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇലമുളച്ചി എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇലമുളച്ചി ചെടി, ബ്രയോഫിലിം കേട്ടോ. ബ്രയോഫിലിം, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഇംഗ്ലീഷ് മീഡിയക്കാരൊന്നും നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ലീഫിൽ നിന്നുമാണ് പുതിയൊരു പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. മരച്ചീനി അല്ലേ, തപ്പിയൊക്ക, പിന്നെ ഇവിടെ കറിവേപ്പ്, കറി ലീവ്സ്, പിന്നെ ബഡ്ഡിങ്ങിനെ കുറിച്ചും നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്ങും ഒക്കെ അല്ലേ. പ്ലാസ്മോഡിയം കണ്ടോ, ബഹുകോശം പ്ലാസ്മോഡിയം, പ്ലാനേറിയ ഓർമ്മയുണ്ടോ? പ്ലാനേറിയയെക്കുറിച്ച് പഠിച്ചത് പ്ലാനേറിയ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ഫംഗസ്, പിന്നെ ബാക്ടീരിയകളെക്കുറിച്ച് കണ്ടോ. ഇതാണ് ഫസ്റ്റ് പടം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തിൽ വിവിധ ജീവികളിലെ പ്രത്യുൽപാദന രീതികളെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിശദീകരണം ചെയ്ത് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനങ്ങ് പറയാം കണ്ടോ, ഇതങ്ങ് പറയാം. കാരണം മലയാളംകാരും അതിൻ്റെ അർത്ഥം ഒക്കെ നല്ലപോലെ നോക്കണ്ടേ കുഞ്ഞുങ്ങൾ. നോക്കിയേ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യുൽപാദനം എന്നാണ്. എന്താണ് പ്രത്യുൽപാദനം? അപ്പം മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യുൽപാദന രീതികൾ എന്നാണ്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ചിലതിൻ്റെ കൊടുത്തിട്ടില്ല കേട്ടോ. ഉദാഹരണങ്ങൾ നോക്കൂ നിങ്ങൾ. ഇവിടെ ബ്രയോഫിലും അതുപോലെ ആ പേര് നോക്കിയേ, സൻസേവേരിയ, എന്നാണ് സൻസേവേരിയ എന്ന് വെച്ചാൽ സർപ്പപ്പോളയുണ്ട് കേട്ടോ. മലയാളത്തിൽ ഇങ്ങനെ സർപ്പപ്പോള എന്നാണ് പറയുന്നത്, സൻസേവേരിയ. ബ്രയോഫിലിം ആണ് ഈ ഇലമുളച്ചി. ഈ 2 എണ്ണം എന്താണെന്നറിയോ, ഇലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പം ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ലീഫ്, ഇലയിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ, നമ്മൾ ഇത് പറയുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ചീനി ആയാലും ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇപ്പം നമ്മൾ ചീനി എന്ന് പറയുന്നത് നമ്മൾ കമ്പ് മുറിച്ചാണ് ചീനി എടുത്ത് കുഴിച്ചു വെച്ചാണോ ഈ ചീനി ഉണ്ടാകുന്നത്? അല്ല, ചീനിയുടെ കമ്പ് മുറിച്ചാണ് കേട്ടോ. കമ്പ്, അതിൻ്റെ സ്റ്റെമ്മ് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചാണ് നടുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഒരു റോസായുടെ എടുത്തു കഴിഞ്ഞാലോ, അതിൻ്റെ കമ്പ് മുറിച്ചാണ് നമ്മൾ നടുന്നത് ആണല്ലോ. എന്നാൽ ഇഞ്ചി അറിയാമോ നിങ്ങൾ? ജിഞ്ചർ, ഈ ഇഞ്ചി തന്നെ ഒടിച്ചൊടിച്ചാണ് നടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ അതുപോലെ തന്നെ കരിയാപ്പല ഉണ്ടല്ലോ, കരിയാപ്പലയുടെ നമ്മുടെ അതിൻ്റെ വേര് എടുത്താണ് നടുന്നതെന്നാണ്. അപ്പം പലതും പല രീതിയിലാണ് നമ്മൾ നട്ട് വിളവെടുക്കുന്നത് അല്ലേ. വേര് നട്ട് എടുക്കുന്നതുണ്ട്, കമ്പ് നട്ട് എടുക്കുന്നതുണ്ട്, പിന്നെ ലീഫിൽ നിന്നും പുതിയൊരു ചെടി ഉണ്ടാകുന്നതെന്ന് ഉദാഹരണമാണ് ഇലമുളച്ചി ചെടിയും സർപ്പപ്പോളയും, ബ്രയോഫിലിയും സൻസേവേരിയയും കേട്ടോ. പേരൊന്നും നോക്കണേ. അപ്പം നമ്മളോട് അതിൻ്റെ ടെസ്റ്റിൽ കുറേ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ ബ്രയോഫിലിയും സൻസേവേരിയയും എന്താണ്? ഇലമുളച്ചിയും സർപ്പപ്പോളയെന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ഇത് ഇലയിൽ നിന്നുമാണ് ചെടികൾ ഉണ്ടാകുന്നത്.
കേട്ടോ. അപ്പം ഇലയിൽ നിന്നും ചെടി ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ലീഫ്. കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വേരിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നത് ഏതാണ്? ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ റൂട്ട്. കറി ലീഫ് പ്ലാന്റ്സ് കേട്ടോ. കറി ലീഫ് പ്ലാന്റ്സ് ഒരെണ്ണം ഇതിൽ എഴുതിയിട്ടുള്ളൂ. അപ്പം അത് വേര് കേട്ടോ നിങ്ങളെ. വേര് നമ്മൾ വേരുണ്ടല്ലോ അത് മുറിച്ച് നട്ട് വേര് പൊട്ടിക്കിളിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ കറിവേപ്പ് കേട്ടോ. വേരിൻ്റെ ഒരു ഇച്ചിരി കിടന്നാണ് അത് കിളിക്കുന്നത്. മനസ്സിലായോ? രണ്ടെണ്ണം. മൂന്നാമത്തത് തണ്ട് മീൻസ് സ്റ്റെമ്മ് അല്ലേ. ഇപ്പം നമ്മൾ ചീനിയുടെ അറിഞ്ഞില്ലേ, ചീനിയുടെ കമ്പ് മുറിച്ച് നട്ട് നമ്മൾ ഈ കോവയ്ക്ക അറിയാമോ നിങ്ങളെ? കോവയ്ക്ക അത്, പിന്നെ ഹിബിസ്കസ്, ചെമ്പരത്തിയുടെയൊക്കെ കമ്പ് കേട്ടോ. അപ്പം തണ്ടിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നതുണ്ട്. ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ സ്റ്റെമ്മ്. തപ്പിയോക്ക, റോസ്, ഹിബിസ്കസ് അല്ലേ. അത് ഞാൻ എഴുതാൻ വന്നത് അതുപോട്ടെ. ഹിബിസ്കസ് ഇതൊക്കെ എന്താണ്? വേര് സ്റ്റെമ്മിൽ നിന്നുമാണ്. അപ്പം നമ്മൾ ഇലയിൽ നിന്നുണ്ടാകുന്നത്, റൂട്ടിൽ നിന്നുണ്ടാകുന്നത്, സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നത് എല്ലാം ഈ 2 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേരാം കേട്ടോ. ഇനി അടുത്തത് ബൈനറി ഫിഷൻ. ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിഭജനം എന്നാണ് കേട്ടോ. മോണോ എന്ന് വെച്ചാൽ ഒന്നെന്നാകും കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ ബൈനറി എന്ന് വെച്ചാൽ 2 കേട്ടോ. മോണോ എന്ന് വെച്ചാൽ ഒന്നെന്നാണ് അർത്ഥം. ബൈനറി എന്ന് വെച്ചാൽ 2. അപ്പോൾ ബൈനറി ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദ സെൽ ഡിവൈഡ്സ് ആൻഡ് ബിക്കംസ് 2 ഓർഗാനിസം. അതായത് ദ്വിവിഭജനം. ബൈനറി എന്ന് വെച്ചാൽ എത്ര? 2. എന്ന് വെച്ചാൽ 2 വിഭജനം. അനുകൂല സാഹചര്യങ്ങളിൽ കോശം വിഭജിച്ച് 2 ജീവികളായിട്ട് മാറുന്നു. അനുകൂല സാഹചര്യത്തിൽ ഇതിനകത്തിൽ ദ്വിവിഭജനം എന്നാണ്. ഇതുണ്ടോ, ഒരു ബാക്ടീരിയ ആദ്യം ഒരെണ്ണം അതോടെ 2ആയി കണ്ടോ. 2 വീണ്ടും വിഭജിച്ച് മാറുന്ന കണ്ടോ. മനസ്സിലായോ? ഇതാണ് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന് പറയുന്നത്. ബാക്ടീരിയയൊക്കെ അങ്ങനെ ഒന്ന് വീണ്ടും ഇരട്ടിച്ച് ആദ്യം ഈ ഒരെണ്ണം കണ്ടോ അതിങ്ങനെ അതിൽ നിന്നും വീണ്ടും ഇങ്ങനെ വിഭജിച്ചാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ബാക്ടീരിയ ബൈനറി ഫിഷനാണ്. ഇതൊക്കെ മാച്ചൊക്കെ ചോദിക്കും കേട്ടോ. ദ്വിവിഭജനം. അപ്പോൾ ഇവിടെ ബൈനറി ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദ സെൽ ഡിവൈഡ്സ് ആൻഡ് ബിക്കം 2 ഓർഗാനിസം. അമീബ, പാരമീസിയം, ന്യൂഗ്ലീന ഇതൊക്കെ എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത റീജനറേഷൻ. റീജനറേഷൻ എന്ന് വെച്ചാൽ എന്താ? റീജനറേഷൻ എന്ന് വെച്ചാൽ വീണ്ടും ഉള്ള ജനനം അല്ലേ. ഒന്നിൽ നിന്ന് വേറെ അടുത്തടുത്തായിട്ട് വരത്തില്ലേ. പുനരുൽപ്പത്തി എന്നാണ് കറക്റ്റ് മലയാളം കേട്ടോ. റീജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് മലയാളം എന്താവും നിങ്ങളെ? പുനരുൽപ്പത്തി എന്നാട്ടോ. പുനരുൽപ്പത്തി അതായത് വെൻ ദ ബോഡി ഈസ് കട്ട് ഇൻ ടു ഇൻഡിവിജ്വൽസ് പാർട്ട്, ഈച്ച് പാർട്ട് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസം. അതായത് ശരീരത്തെ ഓരോ ഭാഗമായിട്ട് മുറിക്കുമ്പോൾ ആ ഓരോ ഭാഗവും പുതിയ ജീവിയായിട്ട് മാറുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗമായിട്ട് അതിനെ മുറിക്കുമ്പോൾ, ശരീരം ഉണ്ടല്ലോ, ജീവനുള്ള ശരീരത്തെ ഓരോ ഭാഗമായിട്ട് മുറിക്കും. ആ ഓരോ ഭാഗവും പുതിയൊരു ജീവിയായിട്ട് മാറുന്നു. അതിനുദാഹരണമാണ് പ്ലാനേറിയയും ഹൈഡ്രയും ഒക്കെ കേട്ടോ. പ്ലാനേറിയ, ഹൈഡ്ര. അടുത്ത ബഡ്ഡിങ്. ഇത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ദ ബഡ്സ് ദാറ്റ് ഫോം ഓൺ ദ ബോഡി ഡിറ്റാച്ച് ആൻഡ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസം. ബഡ്ഡിങ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താവും നിങ്ങളെ? മുകുളനം അല്ലേ. മുകുളനം നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ 1ാമത്തെ ചാപ്റ്റർ തന്നെ. ബഡ്ഡിങ്ങും ലെയറിങ്ങും ഒക്കെ ആയിരുന്നു 1ാമത്തെ ചാപ്റ്റർ. അപ്പം മുകുളനം എന്ന് വെച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മുകുളങ്ങൾ വേർപെട്ട് പുതിയ ജീവിയായിട്ട് മാറുന്നു. അതാണ് ഈസ്റ്റ് കേട്ടോ. ഈ 6 എണ്ണം ഓക്കെ ആണോ? എഴുതിയെടുക്കാൻ പറ്റുമല്ലോ. സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഓരോന്നും എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ആണോ? അപ്പം നമുക്ക് അടുത്ത നോക്കാം. അടുത്ത അതിനകത്തിൽ ഒരു വലിയ ഒരെണ്ണമാണ് ഈ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ. ഇത് ഇത്രയായിട്ട് വീണ്ടും ഇത്രയായിട്ട് അല്ലേ. മൾട്ടിപ്പിൾ ഫിഷൻ, ബഹുഭംഗം എന്നാണ് അതിൻ്റെ മലയാളം. അതെന്താണ് നോക്കിക്കേ. ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് സെൽസ് ഇൻ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ഡെവലപ്പ് എ തിങ്ക് ഔട്ടർ കവറിങ്. ഇവിടെ തിങ്കല്ല കുഞ്ഞില്ല, തിക്ക് ഔട്ടർ കവറിങ് കേട്ടോ. ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് സെൽസ് ഇൻ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ഡെവലപ്പ് എ തിക്ക് ഔട്ടർ കവറിങ് എന്ന് വെച്ചാൽ അനുകൂല. അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രതികൂല.
ഫേവറബിൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലേ. ഫേവറബിൾ എന്ന് വെച്ചാൽ അനുകൂലം. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷനാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ പ്ലാസ്മോഡിയം പോലുള്ള ജീവജാലങ്ങളിൽ കോശങ്ങൾക്ക് ചുറ്റിലും കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയും തിക്ക് ഔട്ടർ കവറിംഗ് ഉണ്ടാവുകയും കോശദ്രവ്യവും മർമ്മ വസ്തുക്കളും പലതായിട്ടങ്ങ് വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. The cytoplasm and nuclear materials inside the cell divide into several parts. When the conditions become favorable, the outer covering of the cell break open, releasing many tiny cells, each of which grows into a new organism. 2 മാർക്കിന് വേണ്ടി മാത്രം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താണ് ഈ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു ഇപ്പം നമ്മൾ ഈ പഠിച്ചതിലേക്ക് ഒരു ഇച്ചിരി വലിയ അല്ലേ, വലിയ സെൻറ്റൻസ്. ഓക്കെ, ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് സെൽസ് ഇൻ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ഡെവലപ്പ് എ തിക്ക് ഔട്ടർ കവറിങ്. The cytoplasm and nuclear materials inside the cell divided into several parts. When the conditions become favorable, the outer covering of the cell break open, releasing many tiny cells, each of which grows into a new organism. എന്താ അതിൻ്റെ മലയാളം? ഞാനിപ്പോൾ വായിച്ചല്ലോ കുറേ അല്ലേ, ചരപറപറാന്ന് വായിക്കുന്നുണ്ട് അല്ലേ. എന്തുവാ ഇതിൻ്റെ അർത്ഥം? പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയം പോലുള്ള ജീവജാലങ്ങളിൽ കോശങ്ങൾക്ക് ചുറ്റിലും കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയും കോശദ്രവ്യവും മർമ്മവസ്തുക്കളും പലതായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. കേട്ടല്ലോ. ഈ സാഹചര്യം അനുകൂലമാകുമ്പോൾ, എപ്പോഴേലും അല്ല, അതിന് അനുകൂലമാകണം. ആ അനുകൂലമാകുമ്പോൾ ഈ കോശത്തിൻ്റെ ബാഹ്യാവരണം അങ്ങ് പൊട്ടി അനേകം സൂക്ഷ്മകോശങ്ങൾ പുറത്തു വരികയും അവ ഓരോന്നും പുതിയ ജീവിയായിട്ട് മാറുകയും ചെയ്യുന്നു. കേട്ടല്ലോ, മനസ്സിലായോ എങ്ങനെയാണ് ഇതുണ്ടാവുന്നതെന്ന്? മൾട്ടിപ്പിൾ ഫിഷൻ. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയം പോലുള്ള ജീവജാലങ്ങളിൽ കോശങ്ങൾക്ക് ചുറ്റിലും കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയും, നല്ല തിക്കാട്ടോ, കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയും കോശദ്രവ്യവും മർമ്മവസ്തുക്കളും പലതായിട്ടങ്ങ് വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അനുകൂലമായിട്ട് വരണം കേട്ടോ. ഈ സാഹചര്യം അനുകൂലമാകുമ്പോൾ ഈ കോശത്തിൻ്റെ ഈ ബാക്കി കട്ടിയായിട്ടിരുന്നതാ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഇതങ്ങ് പൊട്ടുന്നു. ബാഹ്യാവരണം പൊട്ടി അനേകം സൂക്ഷ്മകോശങ്ങൾ പുറത്തിയാടും. അങ്ങനെ അവ ഓരോന്നും അവ ഓരോന്നും പുറത്തു വരുമ്പോൾ അത് പുതിയ ഓരോ ജീവിയായിട്ട് അങ്ങ് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയുണ്ട് മൾട്ടിപ്പിൾ ഫിഷന്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തില്ലേ? ഓക്കെ, അതാവും ഞങ്ങളെ നമ്മുടെ ഈ ഫസ്റ്റ് പേജ് കൊടുത്ത പടവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് കണ്ടോ. ഈസ്റ്റ് വരെയുള്ള 7 എണ്ണത്തിനെ കുറിച്ചാണ്. 7ാമത്തെ വലുതായതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ 7 ഇട്ടിട്ട് പറഞ്ഞത്. എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ടേ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്ന അതിൻ്റെ തൊട്ട് താഴെ എന്താണ് ഈ റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? എന്താണ് റീപ്രൊഡക്ഷൻ? പ്രത്യുൽപാദനം എന്നാൽ എന്താണ്? റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് എൻഷ്യൂർസ് the continuation of the species. Reproduction is the process that ensures the continuation of a species. ഒരു ജീവിവർഗത്തിൻ്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. ഒരു ജീവിവർഗത്തിൻ്റെ അടുത്ത തലമുറ അല്ലെ, പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന അത് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് പ്രത്യുൽപാദനം എന്നാൽ എന്ത്? ഇനി അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ, തേങ്ങ, പിന്നെ പയറ്, പിന്നെ എന്തോന്ന് കിളിച്ച് നിൽക്കുക. അപ്പം നോക്കിയേ, നാം ഇതുവരെ ചർച്ച ചെയ്ത പ്രത്യുൽപാദന രീതികളും ഇവിടെ ചേർത്തിരിക്കുന്ന ചിത്രീകരണത്തിലെ പ്രത്യുൽപാദന രീതിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? ഇവിടെ നോക്കൂ നിങ്ങളെ, തേങ്ങയാണ് ഇത് അല്ലേ, തേങ്ങയായിരിക്കാം. തേങ്ങ പൊട്ടി കിളിച്ച് വന്ന് നിൽക്കുകയാണ്.
ഇതെന്താണ്? പയർ അല്ലേ? പയറാന്ന് തോന്നുന്നു. പയർ കിളിച്ച് നിൽക്കുകയാണ്. ഇതെനിക്കൊന്ന് ഇഞ്ചിയാണെന്ന് അല്ലേ? ഇഞ്ചി എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് ഓരോന്നും കിളിച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ഈ വിത്തുകൾ ഇത് ഓരോന്നും ഇപ്പം തേങ്ങ വലിയ വിത്താണ് അല്ലേ? ഇതിനെ പല തരത്തിൽ പറഞ്ഞു കേട്ടോ. മോണോകോട്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി അങ്ങോട്ട് പറയുമ്പം ഞാൻ പറയാം, വിശദമായിട്ട് പറയാം കുഞ്ഞുങ്ങളിവിടെ. അപ്പം എങ്ങനെയാണ് ഈ വിത്ത് രൂപപ്പെടുന്നത്? ഇതെല്ലാം ഓരോ വിത്താണെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പം ഇഞ്ചി ആയാലും തേങ്ങയായാലും പയറാണെങ്കിൽ ഇതെല്ലാം എന്താ? സീഡ്സ് ആണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഈ വിത്തുകൾ രൂപപ്പെടുന്നത്? എങ്ങനെയാ നമുക്കത് നോക്കാം. നോക്കി, ഈ പൂക്കളെക്കുറിച്ച് പൂക്കളുടെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനത് അവിടെ നിർത്തിയിട്ട് ഹൗ ആർ സീഡ്സ് ഫോമിഡ് നോക്കിക്കേ. എങ്ങനെയാണ് വിത്തുകൾ രൂപപ്പെടുന്നത്? സീഡ്സ് ആർ ഫോംഡ് ഫ്രം ദ ഒവ്യൂൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. കേട്ടോ, ബീജസങ്കലനത്തിന് ശേഷം അണ്ഡത്തിൽ നിന്നാണ് വിത്തുകൾ രൂപപ്പെടുന്നത്. ആ ഒറ്റ വരി നമ്മളോട് ഒരു മാർക്കിന് ചോദിക്കുക, എങ്ങനെയാണ് ഈ വിത്തുകൾ രൂപപ്പെടുന്നത്? ഹൗ ആർ സീഡ്സ് ഫോംഡ്? Seeds are formed from the ovule after fertilization. ബീജസങ്കലനം. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എൻ്റെ മലയാളം എന്താ? ബീജസങ്കലനം കേട്ടോ. ഈ ബീജസങ്കലനത്തിന് ശേഷം അണ്ഡത്തിൽ നിന്ന്, അണ്ഡം എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പടം ഉൾപ്പെടെ ഞാൻ ടെസ്റ്റിലെല്ലാ പടങ്ങൾ ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ അണ്ഡത്തിൽ നിന്നാണ് നമുക്ക് വിത്തുകൾ രൂപപ്പെടുന്നത്. ഇത് നോക്കിക്കേ, തേങ്ങയ്ക്കകത്താണ് ഇത് എന്താ കിടന്ന് പൊട്ടിക്കിളിച്ച് വന്നാണ്ടോ. ഇതിൻ്റെ കുറച്ച് സമയം എടുക്കും അല്ലേ? ഈ പയറൊക്കെ കിളിക്കാൻ ഒരു 3-4 ദിവസം മതി കുഞ്ഞുങ്ങളെ ഇതൊന്ന് പൊട്ടിക്കിളിക്കാൻ. കണ്ടോ, ഇതും പെട്ടെന്ന് കിളിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പേ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് സസ്യങ്ങളിലെ പ്രത്യുൽപാദന അവയവങ്ങളായ പൂക്കളുടെ ഘടന നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കുക എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം 4 എണ്ണത്തിന് എന്തെങ്കിലും എല്ലാം അറിയാമല്ലോ. അത് കഴിഞ്ഞാണോ പൊളിനേഷൻ? ഓക്കെ, അത് കഴിഞ്ഞാണ് പൊളിനേഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പേജ് ഒന്ന് നോക്കാം കുഞ്ഞുങ്ങളെ. ഇവിടെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പടമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ ചെമ്പരത്തി പൂവിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നല്ലതുപോലെ, ഇതിനകത്തുള്ളൊരു 4 ഭാഗമേ തന്നിട്ടുള്ളൂ. നമുക്ക് നോക്കുകയും ഈ ഒരു ചെടിയിൽ ആൺചെടിയും പെൺചെടിയും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇനി പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ആണും പെണ്ണും. അത് ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ആണും പെണ്ണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ പഠിക്കാം. നമ്മുടെ ആ ടെസ്റ്റിനകത്തിലേ നമുക്ക് 2, 3 അല്ലെ 4 ഭാഗങ്ങൾ മാത്രമേ നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു പടത്തിനെ ബേസ് ചെയ്തുള്ള ചോദ്യവും നിങ്ങളെ നോക്കിക്കേ. ഇതൊരു ചെമ്പരത്തിപ്പൂവാണ് അല്ലേ? ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഇതളുകളുണ്ടല്ലോ, ഇതളുകൾ നിങ്ങൾക്ക് അറിയാവോ? ഇതളുകൾ, അതിനെ നമ്മൾ കൊറോള, ദളപുടം കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇത് കണ്ടോ, ഇത് കൊറോള. അതിൻ്റെ ഇപ്പോൾ ഒരു ചുമന്ന ചെമ്പരത്തിപ്പൂവാണ്, മഞ്ഞ ചെമ്പരത്തിപ്പൂ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കളർ നോക്കിയിട്ടല്ലേ, ഇല്ലയോ? അപ്പോൾ ആ കളർ അതിനെ ഈ കൊറോള എന്ന് പറയുന്നത് കേട്ടോ, ദളം. മനസ്സിലായോ? ചെമ്പരത്തിപ്പൂ അറിയാമല്ലോ. അപ്പോൾ ചുമന്ന ചെമ്പരത്തിപ്പൂവാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഈ ചുമപ്പ് കളർ കണ്ടോണ്ടല്ലേ. അപ്പോൾ ആ ഭാഗത്തിനെ കൊറോള അല്ലെ ദളപുടം എന്നാണ് പറയുന്നത്. കേട്ടല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി അതിൻ്റെ നോക്കിയേ, ഈ നമ്മൾ പറഞ്ഞു പിന്നെ കാലിക്സ് ഉണ്ട്. കാലിക്സ് എന്ന് വെച്ചാൽ എന്തറിയോ? ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അടിഭാഗം ഈ പച്ച കളറിലേ ആ ചെമ്പരത്തിപ്പൂവിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അത് വിരിഞ്ഞ് പൂർണ്ണമായിട്ട് കഴിയുമ്പോഴാണ് അതിങ്ങനെ വികസിച്ച് ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കാലിക്സ്. എന്താണ്? കാലിക്സ്. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കുഞ്ഞുങ്ങളെ. ആ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ഇടണം. കാലിക്സ് എന്ന് വെച്ചാൽ വിതളപുടം എന്നാണ് അതിൻ്റെ മലയാളം. എന്താണ്? വിതളപുടം. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാലിക്സ് തന്നെ ഇത് വിതളപുടം. ഇനി ഇതിനകത്ത് ഈ മൊത്തത്തിനെയും കൂടെ സ്റ്റോർ ചെയ്ത് ഈ ഒരു ഇരിപ്പിടമുണ്ട്. ഒരു പൂവിൻ്റെ ഇരിപ്പിടം എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കൂടെ അതിനകത്തിലാണ് വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ ഇത്രയും ഭാഗത്തല്ലേ ഇതിനെ മൊത്തത്തിൻ്റെയും വെയിറ്റുകൾ ഈ ഒരൊറ്റ ഒരെണ്ണമല്ലേ താങ്ങുന്നത്. ആ ഇരിപ്പിടം എന്ന് പറയുന്നത് തലാമസ് എന്നാണ് കേട്ടോ. കറക്റ്റ് അതിനെ പുഷ്പാസനം എന്നാണ് പറയുന്നത്. എന്താ? പുഷ്പാസനം കേട്ടോ. എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നല്ലേ? ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിൽ 4 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം 4 എണ്ണം മാത്രമല്ല നിങ്ങൾ 8ാം ക്ലാസ് ആണ് പഠിക്കുന്നത്. അപ്പം ചിലപ്പം 2-3 എണ്ണം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം. നോക്കിക്കേ, പെഡിസൽ ഒന്നാമത്തത് പൂഞ്ഞെട്ട്. പെഡിസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോണേ, പൂവിൻ്റെ ഞെട്ട്. പൂഞ്ഞെട്ട് എന്നാണ് മലയാളം. എന്താണ് ഈ പൂഞ്ഞെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് അറ്റാച്ച് ദ ഫ്ലവർ ടു ദ സ്റ്റെം. പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന
ഈ പൂവ് ഇല്ലേ, ഈ പൂവിനെ ഈ തണ്ട് അല്ലേ, ഇവിടെ വെച്ചല്ലേ നമ്മൾ ഒടിച്ചെടുക്കുന്നത്. ഓരോ ഭാഗം ഓർത്തോണം. ഇല്ലാണ്ട് ഇത് പെഡിസൽ അല്ലെങ്കിൽ പൂഞ്ഞെട്ട്. മനസ്സിലാക്കണേ. നിങ്ങൾ ചെമ്പരത്തി പൂ വേണേൽ ഒരെണ്ണം പറിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കേൾക്കണേ. ഈ ഇത്രയും ഭാഗം പെഡിസൽ അല്ലെങ്കിൽ പൂഞ്ഞെട്ട്. പിന്നെ അതിൻ്റെ തൊട്ടു മുകളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ, എല്ലാത്തിനെയും കൂടി ഇതിനകത്തിലാണ് ഇരുത്തിയേക്കുന്നത്. ഈ ഇരിക്കുക എന്ന് വെച്ചാൽ ഇരിപ്പിടം അല്ലേ, ഒരു പൂവിൻ്റെ ഇരിപ്പിടം, അതായത് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ. പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒപ്പിച്ചു കൊടുക്കുന്ന ആളാണ് തലാമസ്. കേട്ടല്ലോ. തലാമസിന് നമ്മൾ എന്താ, പുഷ്പാസനം, പുഷ്പാസനം. കണ്ടോ. അപ്പോൾ പെഡിസൽ എന്താണ്, പുഷ്പാസനം എന്താണ്, മനസ്സിലാക്കണേ. രണ്ടെണ്ണം, അതായത് ഈ കമ്പ് പോലെ നമ്മൾ ഈ മുറിച്ചെടുക്കുന്നതാണ് പെഡിസൽ അല്ലെങ്കിൽ പൂഞ്ഞെട്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഇവർക്കുള്ള ഇരിക്കാനുള്ള ഫുള്ള് ഇതും ഈ തലാമസാണ് കൊടുക്കുന്നത്. എല്ലാവരും ഇതിനകത്തിലോട്ട് കയറി ഇരുന്നോ എന്ന് പറയത്തില്ലേ, ഇത് പുഷ്പാസനം. കണ്ടോ. ഓക്കെ. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഇത് ഫുള്ള് നമ്മുടെ ഈ പൂവിനെ കവർ ചെയ്തിരിക്കുമായിരുന്നു. ഫുള്ള് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതെന്താ ഇനി വെളിയിലോട്ടായത് കേട്ടോ. നിങ്ങളപ്പോൾ ചെടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും അറിയാം, എന്നാലും പറയാം നിങ്ങളെ. ഈ പച്ച ഫുള്ള് ഈ പൂവിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അല്ലേ. വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ, ഇയാൾ പുറത്തായി അല്ലേ. അതായത് കാലിക്സ്, അതായത് വിതളപുടം. എന്താ നിങ്ങളെ കാലിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതളം, അവിടെ എഴുതാൻ സ്ഥലമില്ല കേട്ടോ. വിതളപുടം, ദളപുടം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദളങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, വിതളപുടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. അതായത് നമ്മുടെ ഈ വിതളങ്ങൾ ചേർന്ന്, ഈ ദളങ്ങളെല്ലാം കൂടെ ദളം എന്ന് വെച്ചാൽ എന്താ, ഈ പൂവില്ലേ, പൂവിൻ്റെ എന്താ നമ്മൾ ഈ പറിച്ചെടുക്കത്തില്ലേ, അതെല്ലാം കൂടെ എന്താ ചേർന്ന് രൂപപ്പെട്ട് പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ജോലി ആർക്കാണ്, നമ്മുടെ കാലിക്സിനാണ്. നമ്മുടെ പൂമൊട്ടായിരിക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ പുറം പച്ചയല്ലേ കുഞ്ഞുങ്ങളെ കാണുന്നത്, അത് കുറച്ച് കഴിയുമ്പം പെതുക്കെ വിരിഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ആ ഫുള്ള് പൊതിഞ്ഞിരിക്കുന്ന ആരായിരുന്നു, കാലിക്സ് കൊണ്ടാണ്. കേട്ടല്ലോ. അടുത്തത് കൊറോള. എന്താണ് ഈ കൊറോള? അതായത് കൊറോള എന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ടോ, കൊറോള ദളപുടം. മറ്റേത് ദളപുടം, ഇത് ദളപുടം. കൊറോള ഫോംഡ് ഓഫ് സെപ്പൽസ് ഗിവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. ദളങ്ങൾ എന്താ, ദളങ്ങൾ ചേർന്ന്, ഈ ദളങ്ങളെല്ലാം കൂടെ ചേരുന്നതിനെയാണ് കൊറോള എന്ന് പറയുന്നത്. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് ഇതല്ലേ അല്ലേ. ഇതിപ്പോൾ നമ്മൾ ചുമന്ന പൂവാണ്, മഞ്ഞപ്പൂവാണ്, നീലപ്പൂവാണെന്ന് പറയുന്നത് അതിൻ്റെ ഈ എന്താ കൊറോള കണ്ടിട്ടല്ലേ അല്ലേ. അതാണ് ഇതാ കുഞ്ഞുങ്ങളെ ഈ കൊറോള, ഈ ചുമന്ന കളർ കാണുന്നില്ലേ, അതിനെ കൊറോള. അതിനെന്തൊക്കെയാ, ഇത് ദളങ്ങൾ ചേർന്ന്, എല്ലാ ദളങ്ങളും കൂടെ ചേർന്ന് അല്ലെ പെറ്റൽസുകളെല്ലാം കൂടെ ചേർന്നാണ് ഇത് നല്ല ബ്യൂട്ടി ആൻഡ് ചാം അല്ലേ, നല്ല പൂവിന് നല്ല ഭംഗിയും ആകർഷണവും ഒക്കെ തരുന്നത് നമ്മുടെ ഈ കൊറോള അല്ലെങ്കിൽ ദളപുടമാണ്. ഇനി ഒരു പൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആകെ 6 ഭാഗങ്ങളേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പെഡിസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഏറ്റവും ചുവട്ടിലുള്ള ഈ ഒടിച്ചെടുക്കുന്ന ഭാഗമാണ്. അതിൻ്റെ തൊട്ട് മുകളിലെ തലാമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ മൊത്തത്തിനെയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് ആസനം എന്നുള്ള പുഷ്പാസനം അല്ലേ, ഇരിപ്പിടം അല്ലേ ആണ്. പിന്നെ ഈ പൂവിനെ മൊത്തത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ കാലിക്സ് ആയിരുന്നു അല്ലേ. കാലിക്സ് മൊട്ടായിട്ടിരിക്കുമ്പോൾ ഇത് ഫുള്ള് പൊതിഞ്ഞു വെച്ച കാലിക്സ് ആണ്. പൂ ഫുള്ള് വിരിഞ്ഞു കഴിയുമ്പോഴാണ് ഈ പച്ച ഫുള്ളിങ്ങി താഴെ വന്ന് വിരിഞ്ഞു മാറുന്നത് അല്ലേ. ഇനി ഈ ചുമപ്പാണോ പച്ചയാണോ നീലപ്പൂവാണോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് അതിൻ്റെ കൊറോള കണ്ടിട്ടല്ലേ, കൊറോള എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഇനി ഒരു പൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗമാണ് ആൻഡ്രോസിയവും ഗെയ്നോസിയവും. സിയം എന്ന് വേണേ ഷിയം എന്നും പറയാം കേട്ടോ. ആൻഡ്രോഷ്യവും ഗെയ്നോഷ്യവും കേട്ടോ. CIUM ആയതുകൊണ്ട് സിയം എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഷിയം എന്ന് പഠിച്ചത്. ആൻഡ്രോഷ്യവും ഗെയ്നോഷ്യവും കേട്ടോ. എന്താ ഈ ആൻഡ്രോഷ്യം നോക്കിയേ, ഇതിനെക്കുറിച്ച് നമുക്ക് അപ്പുറത്ത് കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. ആൻഡ്രോസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞില്ലേ, ഫോംഡ് ഓഫ് സ്റ്റേമൻസ്. ഇനി നിങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ സ്റ്റേമൻസ്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ കേട്ടോ. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം. ആൻഡ്രോസിയത്തിൻ്റെ മലയാളം എന്താണ്, കേസരപുടം. ഇത് ആരുടെ ടെസ്റ്റ് വെച്ചാൽ ഈ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്നൊക്കെയല്ലേ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഉണ്ട്. അതിനാണ് ഈ പാകം തന്നെ വെച്ചിട്ട് ഞാൻ എടുത്തത് കേട്ടോ. ആൻഡ്രോസി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, എന്താ അതായത് നമ്മൾ പറഞ്ഞില്ലേ ആൺപൂവും പെൺപൂവും ഒക്കെ ഉണ്ട് കേട്ടോ. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവത്തിന് പറയുന്ന പേരാണ് ആൻഡ്രോസിയോ അല്ലെങ്കിൽ കേസരപുടം എന്ന് പറയുന്നത് കേട്ടോ.
കേസരപുടം ഒരു പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവത്തിന് പറയുന്ന പേരാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രോസിയം. അപ്പം പ്രത്യുൽപാദന അവയവം കാണുമല്ലോ അല്ലേ? ആണും ഉണ്ടെങ്കിൽ എന്താ പെണ്ണും ഉണ്ട് അല്ലേ? അതിന് പറയുന്ന പേരാണ് ഗൈനോസിയം, അതായത് ജനി കേട്ടോ. ജനി എന്ന് വെച്ചാൽ ആണാന്നോ പെണ്ണാന്നോ? ഇവിടെ പെണ്ണാണ് കേട്ടോ. ഇവിടെ പെണ്ണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ജനിയുണ്ട് കേട്ടോ, ജനിമോള്. അപ്പം ജനിപുടം കേട്ടോ. അപ്പം കേസരപുടം അതെന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവറിൻ്റെ പേര് ഗൈനോസിയം. ഗൈനോസിയം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് അല്ലേ? കാർപ്പൽസ് അല്ല, ജനിപുടത്തിൽ 1 or 2 അല്ലെ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകും. ജനിപുടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൈനോഷിയം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഏതാ? ഫ്ലവറിൻ്റെ പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗമാകും നിങ്ങളെ ഈ ജനിപുടം. ഈ ജനിപുടത്തിൽ അല്ലെ ഈ ഗൈനോഷ്യത്തിൽ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകും. കേട്ടല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? കേട്ടോ, ഈ പാഠം നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അതിനകത്തിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ പടം കണ്ടിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇനി ആ പടം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റാത്തവർ കമൻറ്റ് പറയണേ. നിങ്ങളെ പറ്റും എന്നുള്ളവരും പറ്റാത്തുള്ളവരും പറയണേ. ഞാൻ പാർട്ട് 2 പറയാം. കാരണം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ പടത്തിൻ്റെ, അതായത് നമ്മുടെ ഈ ടെസ്റ്റിലെ ഇത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. കണ്ടോ? ഇതിനകത്തിലെ ഈ ഭാഗം, അതായത് ഈ പച്ച ഭാഗം എന്താണ്, ഈ വീർത്തിരിക്കുന്ന ഭാഗം എന്താണ് അല്ലേ? പിന്നെ ഈ പൂവിൻ്റെ ഈ ചെറിയ ഇതെന്താണ്, അതിൻ്റെ ഈ ഏറ്റവും ഈ ടോപ്പിലല്ലേ വന്നത് എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കണേ. നോക്കിയോ നിങ്ങളെ ഇവിടെ അഥവാ ഡൗട്ടുള്ളവരൊന്ന് പറയണേ. ഇതിന് സ്റ്റിഗ്മ എന്നൊക്കെ പറയും കേട്ടോ. സ്റ്റിഗ്മ പരാഗണ സ്ഥലം നടുന്നത്, പരാഗണം നടത്തും. നമ്മുടെ ഈ ചെറിയ കിളികളൊക്കെ വന്നിരുന്ന് ഇവിടെ അല്ലേ കൊത്തിപ്പറിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് അതേ കുത്തി എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഈ ഭാഗത്താണ് അല്ലേ? അവിടെയാണ് പരാഗണ സ്ഥലം കേട്ടോ. പരാഗണ സ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയാം കേട്ടോ. ഇനി അതിൻ്റെ ഈ ഭാഗം ഉണ്ടോ? ഈ ഭാഗത്തിനെ നമ്മൾ എന്താ പറയാം? സ്റ്റേമൻ എന്ന് പറയാം. സ്റ്റേമൻ കേസരം എന്നാണ് പറയുന്നത്. കേസരം സ്റ്റേമൻ കേട്ടോ. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതാണ് കറക്റ്റ് ഓവറിയാണ് കേട്ടോ. ഓവറി എന്താ നിങ്ങളെ? ആ ഓവറി ജനി ഓവറി. ഈ ഓവറി ഉള്ളത് ആർക്കാ? പെൺപൂവിനാണ് അല്ലേ ഓവറി ഉള്ളത്. അപ്പം പെണ്ണാരാണ്? ജനി അല്ലേ? ജനി. ആ ക്ലൂ പഠിച്ചോണം കേട്ടോ. ജനി. പിന്നെ പെറ്റൽസ് ഉണ്ട് അതിനകത്തിൽ അല്ലേ? പെറ്റൽസും അല്ലെ ദളങ്ങളും ഉണ്ട്. ദളം. ആ ജനിയും ദളങ്ങളും ഒന്നും ഇതായി പോകരുത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളിവിടെ സ്ത്രീ ലൈംഗിക അവയവവും പുരുഷ ലൈംഗിക അവയവവും കണ്ടല്ലോ. അതായത് ജനിയും കേസരവും പിസ്റ്റില് സ്റ്റേമൻ കണ്ടല്ലോ. ഇങ്ങനൊരു പടം കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ പടത്തിനകത്തിൽ നമുക്ക് നോക്കുമോ നിങ്ങളിവിടെ സ്ത്രീ ലൈംഗിക അവയവവും പുരുഷ ലൈംഗിക അവയവവുമാണ് ഇവിടെ പടം കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഇല്ലേ? ഇനി ആ പടം നോക്കിക്കേ. ഈ പടത്തിനകത്തിൽ സ്റ്റേമൻ കണ്ടോ? സ്റ്റേമൻ എന്താണെന്നും കണ്ടോ കാർപ്പൽ എന്താണെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആൻഡർ സ്റ്റെമിനകത്തിൽ 2 എണ്ണമാണ്. ഇത് ഫിലമെൻറ്റ്. എൻ്റെ ഈ പടം കണ്ടോ? ഇത് ഫിലമെൻറ്റും അതിൻ്റെ എഡ്ജ് പാർട്ട് ഇതിനെ നമ്മൾ ആൻഡർ എന്നും പറയും. ഇനി അതുപോലെ കാർപ്പലുണ്ട്. കാർപ്പലിൻ്റെ നമ്മുടെ ടെസ്റ്റിനകത്തിലുണ്ടേ. അതിനകത്തിൽ ഒവ്യൂള് അല്ലെ ഓവറി കണ്ടോ ഈ സ്റ്റിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം ഈ പരാഗണ സ്ഥലമാണ് കേട്ടോ. പരാഗണ സ്ഥലം നമ്മുടെ പടത്തിൽ അത് ഫില്ല് ചെയ്ത് ഓരോന്നും അടയാളപ്പെടുത്താറുണ്ട്. സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിയുടെ തണ്ട്, ജനി ദണ്ട്, തണ്ടല്ല ദണ്ട്, ജനി ദണ്ട് കേട്ടോ. അടുത്ത ഓവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടാശയം. ഒവ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒവ്യൂൾ എന്ന് തന്നെ പറയുന്നത് കേട്ടോ. ഒവ്യൂൾ. ഈ കാർപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ജനി കേട്ടോ. സ്ത്രീ ലൈംഗിക അവയവും പുരുഷ ലൈംഗിക അവയവത്തിലാണ് എൻ്റെ കാർപ്പലിൽ വന്നത്. അതിനകത്തിലാണ് ഓവറി, ഒവ്യൂള്. അടി പടം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓവറി, ഒവ്യൂള്, സ്റ്റൈല്, സ്റ്റിഗ്മ ഇതെല്ലാം കണ്ടോ? ജനി
കണ്ടോ, ജെനി കാർപ്പൽസ്. ഇനി സ്റ്റേമൻ കണ്ടോ, സ്റ്റേമൻ അതായത് കേസരത്തിനകത്തിൽ ഫിലമെൻറ്റും ആന്തറും. ഇത് ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് നമ്മളോട്. അതുപോലെ തന്നെ ആൻഡ്രോസ്യവും ഗെയിനോഷ്യവും തങ്ങളുടെ ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. കേസരങ്ങളൊക്കെ ചേർന്നാണ് കേസരപിടം. ഈ കേസരത്തിന് നമുക്ക് എന്താണ്, കേസരം അല്ലെങ്കിൽ സ്റ്റേമൻ എന്തെല്ലാം ഉണ്ട്, തന്തുകവും പരാഗിയും ഉണ്ട് അല്ലേ. ഫിലമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, തന്തുകം. ഇതിൻ്റെയൊക്കെ മലയാളം ഒന്നറിയാൻ വേണ്ടി എഴുതി അറിഞ്ഞില്ല അല്ലെ, മലയാളം മീഡിയക്കാരുണ്ടല്ലോ ഇതിനകത്തിൽ. എന്ന് വെച്ചാൽ പരാഗി ഉണ്ടോ, പരാഗി. മനസ്സിലാക്കണേ ഓരോന്നിൻ്റെയും പേര്. ഈ കേസരത്തിൻ്റെ ഇംഗ്ലീഷാണ് സ്റ്റേമൻ, കേസരം. അപ്പം ഈ കേസരപുടം ഇതിൻ്റെ കേസരപുടത്തിന് കേസരങ്ങൾ ചേർന്നതാണ് ഈ കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി അല്ലെ, ഫിലമെൻ്റ്, ആന്തർ എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലേക്ക് ഇതിനകത്തുണ്ടല്ലോ, ഈ അറകളിലേക്ക് പരാഗരേണുക്കൾ ഉള്ളത് പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് ഈ പരാഗരേണുക്കൾ. പുംബീജത്തെ വഹിച്ചുകൊണ്ട് പോകുന്നതാണ് പരാഗരേണുക്കൾ. ഇനി ജനിപുടം, പൂവിൻ്റെ പെൺപ്രത്യുൽപാദന ഭാഗമാണ് ഈ ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം എന്തൊക്കെയുണ്ട്, ഒവിയൂള്, ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ അല്ലേ, ജനിതണ്ട്, അണ്ടാശയം എന്നീ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഒവ്യൂളുണ്ടല്ലോ ഇതിനകത്തിലെ ഒവ്യൂള്, അതിനകത്ത് എന്താണ്, ഒവ്യൂളിനുള്ളിൽ ഓർത്തോണേ, ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പം 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ ഈ ഓരോ ഭാഗങ്ങൾ ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇത് കേട്ടോ, ജനി, ഇത് കേസരം കേട്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് അത്രയും പറഞ്ഞത് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് പൊളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്നാൽ എന്താണ്. പൊളിനേഷൻ അല്ലെങ്കിൽ പരാഗണം. ഓക്കെ, പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരം. കേസരത്തിലെ പരാഗിയിൽ പരാഗരേണുക്കൾ രൂപപ്പെടുന്നുണ്ട്. ഇത് സ്ത്രീ ലൈംഗിക അവയവമായ ജനിയുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ പരാഗണം എന്ന് വിളിക്കുന്നു. പരാഗണം എന്നാൽ എന്താണ് കേട്ടോ ചോദിക്കും. ഞാൻ വൺ വേഡ് ഇതിനകത്തിൽ ഒരുപാട് നമുക്ക് നല്ല വൺ വേഡുകളുണ്ടോ നിങ്ങളെ, അതെല്ലാം ഞാൻ തയ്യാറാക്കി തരാം കേട്ടോ. ഇതൊക്കെ 2-3 മാർക്ക്, ഇത് ഞാൻ എഴുതി വെച്ചേക്കുന്നത് തന്നെ വൺ വേഡായിട്ടാണ്. ഇപ്പോൾ പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് ഡാഷ്, എന്താ, കേസരം. ഈ കേസരത്തിലെ പരാഗയിൽ എന്ത് രൂപപ്പെടുന്നുണ്ട്, പരാഗരേണുക്കൾ രൂപപ്പെടുന്നുണ്ട് അല്ലേ. അങ്ങനെ വൺ വേർഡായിട്ട് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫ്ലവർ ഈസ് ദ സ്റ്റേമൻ. പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻ ദ പോളൻ ഓഫ് ദ സ്റ്റേമൻ. ദ പ്രോസസ് ഓഫ് ദീസ് പോളൻ ഗ്രെയിൻസ് സെറ്റിലിംഗ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ പിസിൽ എന്നാട്ടോ, പിസ്റ്റിൽ എന്ന് നമ്മൾ പറഞ്ഞാൽ പിസിൽ. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഈസ് കാൾഡ് പൊളിനേഷൻ കേട്ടോ. പൊളിനേഷൻ എന്നാൽ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും തന്നെ. ഇതിൽ ഒറ്റ വരിയിൽ ചുരുക്കി ഞാൻ 1 മാർക്കിന് വേണമെങ്കിൽ ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തരാം. ഇത് കറക്റ്റ് 2 മാർക്കിൻ്റെയൊക്കെ ചോദ്യം കേട്ടോ. ഇങ്ങനെ അടുത്ത നോക്കൂ നിങ്ങളെ, ഇവിടെ നമ്മളിപ്പോൾ പൊളിനേഷൻ എന്നാൽ എന്തെന്നതാണ്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പരാഗണം, പൂക്കളിലെ പുരുഷ കണ്ടോ. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഷഡ്പദങ്ങൾ, പക്ഷികൾ തുടങ്ങിയ ജന്തുക്കളും കാറ്റ്, ജലം എന്നിവയും പരാഗണത്തെ സഹായിക്കുന്നുണ്ട്. ഈ പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നത് കേട്ടോ. പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു പരീക്ഷണം നമുക്കൊന്ന് ചെയ്തു നോക്കാൻ എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങളിവിടെ, ഒരു പൂവിൽ നിന്നും പാകമായ പരാഗികൾ ശേഖരിക്കുക. പരാഗി ഇരിക്കുന്ന എവിടാന്നറിയാലോ കേട്ടോ. പരാഗിയിൽ നിന്ന് പൂവിൽ നിന്ന് പാകമായ പരാഗികൾ ശേഖരിക്കുക. എന്നിട്ട് ആ പരാഗിയിൽ നിന്നും രണ്ടാമത്തെ ഒക്കെ ആ പരാഗിയിൽ നിന്നും പരാഗരേണുക്കളെ സ്ലൈഡിലേക്ക്, ഈ ഗ്ലാസിൻ്റെ ചെറിയ ഇതുണ്ടല്ലോ അതാ സ്ലൈഡ് കേട്ടോ, സ്ലൈഡിലേക്ക് വീഴ്ത്തുക. ഇതിൽ 1-2 തുള്ളി പഞ്ചസാര ലായനി എന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഈ ഗ്ലാസിൻ്റെ ചെറിയ പീസിനെ നമ്മൾ സ്ലൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന പരാഗയിലെ നിന്നും ആ പരാഗരേണുക്കളെ അവിടെ പോളൻ ഗ്രെയിൻസ് എന്നല്ലേ അത് അതിനകത്തിൽ ഇട്ടിട്ട് അതിനകത്തിലോട്ട് പഞ്ചസാര ലായനി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് 3-4 മണിക്കൂറുകൾക്ക് ശേഷം ഈ സ്ലൈഡിനെ മൈക്രോസ്കോപ്പിലൂടെ നിങ്ങളൊന്ന് നോക്കാൻ അവിടെ എന്ത് കാണുന്നുണ്ടെന്ന്. നിങ്ങൾ ചെയ്ത പരീക്ഷണം എന്നിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗണ രേണുക്കളിൽ നിന്നും പരാഗനാളം അണ്ടാശയത്തിലെ ലക്ഷ്യമാക്കി അപ്പോൾ വളരുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗം നടക്കുന്നത് എങ്ങനെയെന്ന് ചിത്രീകരണവും വിവരണവും സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. തുടർന്ന് നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് നിങ്ങൾ പൂർത്തിയാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഇതാണ്ടോ കണ്ടോ, നമ്മൾ ഇപ്പം പറഞ്ഞ ഈ പടമാണേ കണ്ടോ. ഇതിനെ കണ്ടോ, ഇതിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്നോ
അപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ ഫസ്റ്റ് പരാഗരേണു. ഇതിൻ്റെ പരാഗരേണു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എവിടെയാണെന്ന് നോക്കിയെന്നുണ്ടോ? പരാഗണം നടത്താൻ സഹായിക്കുന്ന ജീവികളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുവാൻ അനുയോജ്യമായ ഘടനയുള്ളതാണ് ഈ പരാഗരേണു. ഇനി ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കണ്ട ഇതിനകത്തിലെ ന്യൂക്ലിയസ്, ഇവയിൽ നിന്ന് ബീജങ്ങൾ ഉണ്ടാകുന്നത് ഇതിനകത്തിൽ നിന്നാണ്. ഇനി ട്യൂബ് ന്യൂക്ലിയസ് എന്താണ്? ട്യൂബ് ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ പരാഗനാളത്തിൻ്റെ രൂപീകരണത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്നു. പരാഗനാളത്തിൻ്റെ വളർച്ചയ്ക്ക് ശേഷം ഇത് എന്നിട്ട് നശിച്ചും പോകുന്നു. എന്താണ് ഈ പരാഗനാളം? ന്യൂക്ലിയസുകളെ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് പരാഗനാളം. പുംബീജങ്ങൾ എന്താണ്? ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങൾ ഉണ്ടാകുന്നു കേട്ടോ. അണ്ഡാശയം നോക്കിക്കേ, അണ്ഡാശയം മുമ്പ് നമ്മൾ പറഞ്ഞില്ലയോ, ഒവ്യൂള്. അണ്ഡാശയം, ഒവ്യൂള്. ഇതിനകത്തിൽ അണ്ടം വേറെ, അണ്ഡാശയം വേറെ, ഒവ്യൂള് വേറെ, എല്ലാം സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. പോളാർ ന്യൂക്ലിയസുകൾ കണ്ടോ, പോളാർ ന്യൂക്ലിയസ് ഈ പടത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെച്ച് നോക്കിക്കേ. ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ് ന്യൂക്ലിയസ്. അപ്പോൾ അതിന് മുമ്പേ ബീജസംയോഗം അങ്ങനെ ഒരു ഇതുകൂടെ ഉണ്ടോ നിങ്ങളെ? അതുകൂടെ നോക്കിയിട്ട് ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്താണ് നോക്കിയേ. One of the male gametes that reaches the ovule through the pollen tube fuses with the egg cell to form a zygote. This process is called fertilization. The zygote grows and becomes an embryo. The embryo then grow into a seedling. പരാഗണത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിലൊന്ന് അണ്ഡവുമായിട്ട് സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു. എംബ്രിയോ, സൈഗോട്ട് കേട്ടോ. ഇത് ബീജസംയോഗം, സിക്താണ്ഡം വളർന്ന് ഇതാണ് ബീജസംയോഗം. എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പരാഗനാളത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിലൊന്ന് അണ്ഡവുമായിട്ട് സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു. ഇതാണ് എന്താ ബീജസംയോഗം. ഈ സിക്താണ്ഡം എന്ന് വെച്ചാൽ സൈഗോട്ട് കേട്ടോ. വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ്സ് ദാറ്റ് റീച്ച് ദ ഒവ്യൂൾ ത്രൂ ദ പോളൻ ട്യൂബ്സ് ഫ്യൂസ് വിത്ത് ദ എഗ് സെൽ ടു ഫോം എ സൈഗോട്ട്. ഇനി ഈ സൈഗോട്ടുകൾ വളർന്ന് ബിക്കം ആൻ എംബ്രിയോ. ഇത് വളർന്ന് എന്തോ ആയിട്ട് മാറുന്നു? ഒരു ഭ്രൂണമായിട്ട് മാറുന്നു. എംബ്രിയോ. സൈഗോട്ട് എന്താണ്? സൈഗോട്ടിൻ്റെ മലയാളം സിക്താണ്ഡം കേട്ടോ. എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം. ഈ ഭ്രൂണം വളർന്നാണ് എന്താ ഇവിടെ ഇത് നമ്മുടെ ചെടിയുടെ ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഒരു തൈ ചെടിയായിട്ട് അത് മാറുന്നത് കേട്ടോ. അതായത് ഒരു പുതിയ ഒരു ജീവിയായിട്ടത് മാറാൻ തുടങ്ങുന്നത് അല്ലേ. ഭ്രൂണം വളർന്നാണ് തൈ ചെടിയായിട്ട് ഇവിടെ ഒരു ഇതായിട്ട് പുതിയൊരു എന്തുവാണെന്ന് വെച്ചാൽ അത് ഉണ്ടാവാൻ തുടങ്ങുന്നത് കേട്ടോ. ബീജസംയോഗം. അപ്പോൾ അതിനകത്തിൽ ടെസ്റ്റിൽ കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ് ന്യൂക്ലിയസ്. ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ധർമ്മം. ഇറ്റ് കൺട്രോൾസ് ദ ഫോർമേഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ്. ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ഈസ് ഡിസിൻറ്റിഗ്രേറ്റ്സ് എന്നാണ് കേട്ടോ. ഡിസിൻറ്റിഗ്രേറ്റ്സ് അതായത് ട്യൂബ് ന്യൂക്ലിയസ് പരാഗനാളത്തിൻ്റെ രൂപീകരണത്തെയും പരാഗ വളർച്ചയെയും നിയന്ത്രിക്കുന്നു. ട്യൂബ് ന്യൂക്ലിയസ് പരാഗനാളത്തിൻ്റെ രൂപീകരണത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്നു. പരാഗനാളത്തിൻ്റെ വളർച്ചയ്ക്ക് ശേഷം ഇത് നശിച്ചു പോകുന്നു. ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ധർമ്മം 2 മാർക്കിന് ചോദിക്കും. രണ്ടാമത്തെ ഫങ്ഷൻസ് ഓഫ് ദ പോളൻ ട്യൂബ്. പരാഗനാളത്തിൻ്റെ ധർമ്മം എന്തെല്ലാമാണ്? ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് ന്യൂക്ലി ഇൻ ടു ദ ഓവറി. പരാഗനാളം ന്യൂക്ലിയസുകളെ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് ദ മെയിൽ ഗാമേറ്റ്സ്. പുരുഷ ബീജങ്ങളുടെ രൂപപ്പെടുത്തൽ എന്ന് വെച്ചാൽ ദ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡഡ് ടു ഫോം 2 മെയിൽ ഗാമേറ്റ്സ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങൾ അവിടെ ഉണ്ടാകുന്നു. പിന്നെ ഇനി എൻഡോസ്പേം, ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. എൻഡോസ്പേം രൂപീകരണം. ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം. ദ സെക്കൻഡ് മെയിൽ ഗാമേറ്റ്സ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലി ടു ഫോം ദ എൻഡോസ്പേം. ദ എൻഡോസ്പേം സ്റ്റോർ ദ ഫുഡ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് എൻഡോസ്പേമായിട്ട് അത് മാറുന്നു. ഇതിലാണ് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ടെസ്റ്റിലെ ഒരു ചോദ്യം കുഞ്ഞുങ്ങളെ. ഹൗ ഈസ് ദ ന്യൂട്രിയൻ്റ് സ്റ്റോറേജ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ റിസർവ്ഡ് ഇൻ മോണോകോട്ടിലിഡോണസ്. മോണോ എന്ന് വെച്ചാൽ ഒന്നെന്നാണ് കേട്ടോ. മോണോകോട്ടിലിഡോൺസ് പ്ലാന്റ്സ് ആർ ഡൈ എന്ന് വെച്ചാൽ 2 ഡൈകോട്ടിലിഡോൺസ് പ്ലാന്റ്സ്. ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധാകാരം ഏകബീജപത്ര സസ്യങ്ങളിലും ദ്വിബീജപത്ര സസ്യങ്ങളിലും സംഭരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ.
ഭ്രൂണത്തിൻ്റെ വളർച്ച അല്ലേ, ഒരു ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധാഹാരം ഏകബീജപത്ര സസ്യങ്ങളിലും ദ്വിബീജപത്ര സസ്യങ്ങളിലും സംഭവിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട്. അതായത് ഇൻ മോണോകോട്ട് പ്ലാന്റ്സ് ലൈക്ക് പാഡി, മെയ്സ് ആൻഡ് കോക്കനട്ട് എൻഡോസ്പേംസ് സെൽ ആർ ഫോംഡ് ത്രൂ ദ ഡിവിഷൻസ് ഓഫ് ദി എൻഡോസ്പേം ന്യൂക്ലിയസ് during the stage when the seed germinate and become a seedling. The store food required for the growth of the embryo is found in the endosperm cell. You may already know that in monocot seeds the edible part in the endosperm, but in dicot plant the food required for the growth of the embryo is stored in the cotyledons. വല്ലോ മനസ്സിലായോ? അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതിങ്ങനെ എഴുതിയിട്ട് ആ ചോദ്യം കേട്ടോണേ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതുപോലെ എഴുതിയെടുക്കുക. മലയാളം അതിൻ്റെ അർത്ഥം നല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. നെല്ല്, പാടി അല്ലേ, നെല്ല്, ചോളം, തെങ്ങ് മുതലായ ഏകബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലൂടെ എൻഡോസ്പേം കലകൾ അവിടെ, ടിഷ്യൂകൾ അല്ലേ, എൻഡോസ്പേം കലകൾ അവിടെ, ചിലപ്പോൾ അത് ഒരു മാർഗ്ഗം ചോദിക്കാം, എൻഡോസ്പേം ടിഷ്യൂ അല്ലെ കലകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് കേട്ടോ, അങ്ങനെയും ചോദിക്കാം. എൻഡോസ്പേം കലകൾ രൂപപ്പെടുന്നത് എങ്ങനെ? നെല്ല്, ചോളം, തെങ്ങ് മുതലായവ കേട്ടോ ഏകബീജപത്രം, മോണോകോട്ട് ലിഡോൺ ഏകബീജപത്രങ്ങളിൽ എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലൂടെ എൻഡോസ്പേം കലകൾ രൂപപ്പെടുന്നു. ഇനി വിത്ത് മുളച്ച് തൈച്ചെടിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധാഹാരം എൻഡോസ്പേം കലകളിൽ നിന്നാണ് സംഭരിക്കുന്നത്. നമ്മുടെ 6ാം ക്ലാസ്സിലെ പൂക്കളെക്കുറിച്ച് ഒരു പാഠമുണ്ടോ നിങ്ങൾ കേട്ടോ. അതിനകത്തിൽ ഈ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ല ഒരു ചാപ്റ്ററാണ്. നിങ്ങളിപ്പോൾ ഈ എൻഡോസ്പേം എന്താണ് കേട്ടോ, അതൊക്കെ എന്താണെന്ന് വിശദമായിട്ട് പറയാം. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എടുത്തിട്ട് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ എടുത്താൽ മതി നിങ്ങളെ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടെല്ലാം അറിയാം കേട്ടോ. മനസ്സിലായി? ഇതിനകത്തിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്നെ ചുരുക്കി അങ്ങ് വെച്ചിരിക്കുകയാണ്. വിത്ത് മുളച്ച് തൈച്ചെടിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരമുണ്ടല്ലോ, അത് നമ്മുടെ എൻഡോസ്പേം കലകളിലാണ് സംഭരിക്കുന്നത്. ഈ ഏകബീജ സസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ്? ഏകബീജം, മോണോകോട്ടാണ്. സസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗം എൻഡോസ്പേമാണ്. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങളിലെ ബീജപത്രങ്ങളിലാണ് ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത്. മനസ്സിലാക്കണേ. ഏകബീജ സസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗം എൻഡോസ്പേമാണ്. പക്ഷേ ദ്വിബീജപത്ര സസ്യങ്ങളിലെ ബീജപത്രങ്ങളിലാണ്, എവിടാണ് ബീജപത്രം, കോട്ടിലിഡോൺ എന്നൊക്കെയാണ് കേട്ടോ, ബീജപത്രങ്ങളിലാണ് ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത്. മനസ്സിലാക്കണേ. അതത്രയും നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇപ്പോൾ എഴുതിയത് ഒരു 3 മാർക്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മോണോകോട്ട് പ്ലാന്റ്സ് എന്താണ്, ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്താണ്, എൻഡോസ്പേം എന്താണ്, കോട്ടിലിഡോൺ എന്താണ്, ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾ ചാപ്റ്റർ എൻ്റെ ചാനലിലുണ്ട് കുഞ്ഞുങ്ങളെ. ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4 ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്നൊരു പാഠമുണ്ട്. അതിനകത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുണ്ട്. അതല്ലാതെ കിട്ടുന്നില്ല, കാണുന്നില്ലാത്തവർ കമൻറ്റ് പറയും നിങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ലിങ്ക് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട്, നിങ്ങൾക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ട് വേറെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് പറയണേ എന്തായാലും കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ, താങ്ക് യു.